സംവിധായകൻ രാജസേനൻ. ഇദ്ദേഹത്തെ പറ്റി 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. അതിൽ ആദ്യത്തേത് തീർച്ചയായും 90കളിൽ ഇദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ, പ്രത്യേകിച്ച് ജയറാമുമൊത്തുള്ള കോമ്പിനേഷനിലുണ്ടായ സിനിമകൾ, നമ്മുടെയൊക്കെ ചെറുപ്പകാലം മനോഹരമാക്കുന്നതിൽ അത് വഹിച്ച പങ്ക്. ഇനി അടുത്തതായി, നിങ്ങളിൽ എത്ര പേർ ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്? കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. വളരെ മനോഹരമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ആളുടെ തന്നെ പഴയ സിനിമകളായ അയലത്തെ അദ്ദേഹം, കഴിഞ്ഞൂൽ കല്യാണം, മേലെപ്പറമ്പിൽ ആൺവീട്, അനിയൻ ബാവ, ചേട്ടൻ ബാവ തുടങ്ങിയ സിനിമകളുടെയൊക്കെ പിന്നാമ്പുറ കഥകൾ ഇദ്ദേഹം പറയുന്ന ഒരുപാട് ഇന്റർവ്യൂസ് യൂട്യൂബിൽ കിടപ്പുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. ആ കണ്ടന്റിനേക്കാൾ ഇദ്ദേഹത്തിന്റെ സംസാര രീതി നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇനി അവസാനമായി പറയാനുള്ളത് ഈ സിനിമയെ പറ്റിയാണ്. സിനിമയുടെ പേര് പ്രിയപ്പെട്ടവർ. ശരിയാണ്, ഇതൊരു പ്രൊപ്പഗണ്ട സിനിമയാണ്. ഒരു ഐഡിയോളജി സിനിമ എന്ന മാധ്യമത്തിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നതിനെയാണല്ലോ പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത്. സോ ഇതൊരു 100% ആ ഒരു ലൈനിൽ വരുന്ന സിനിമ തന്നെയാണ്. ഒരുപക്ഷെ ആ ഒരു രാഷ്ട്രീയ പാർട്ടി ഫണ്ട് ചെയ്താവാം ഇങ്ങനെ ഒരു സിനിമ വന്നത്, അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ഇദ്ദേഹം സ്വയം ചെയ്തതാവാം. കാരണം പിൽക്കാലത്ത് ഇദ്ദേഹം ഇതേ പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ പ്രതീക്ഷിച്ച സ്ഥാനമാനങ്ങൾ കിട്ടാത്തത് മൂലം അതേ പാർട്ടിയിൽ നിന്ന് അദ്ദേഹം രാജിവെച്ച് ഒഴിയുകയുമുണ്ടായി. പക്ഷേ അദ്ദേഹം എടുത്ത ഈ സിനിമ ഇപ്പോഴും നിലനിൽക്കുന്നു. അപ്പോൾ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് തീർച്ചയായും നായകൻ രാജസേനൻ, ഈ അടുത്തിടെ അന്തരിച്ച കലാകാരൻ കലാഭവൻ നവാസ്, പിന്നെ നമ്മുടെ പഴയ ഓട്ടോഗ്രാഫിലെ ജെയിംസ് അളിയൻ, ഒപ്പം കേട്ടറിവിനേക്കാൾ വലിയ സത്യവും. ബേസിക്കലി ഞാനിപ്പോൾ ഈ സിനിമയെ പറ്റി ട്രോൾ ചെയ്യും എന്നായിരിക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് അതല്ല, എനിക്ക് പറയാനുള്ളത് വ്യത്യസ്തമായ ഒരു കാര്യമാണ്. കാര്യം ഒരു സീരിയൽ ക്യാമറ ക്വാളിറ്റിയിലാണ് ഇത് മുഴുവൻ ചിത്രീകരിച്ചിരിക്കുന്നതെങ്കിലും ഭയങ്കര സൂത്തിങ് ആണ് ഈ സിനിമ കാണാൻ. പ്രത്യേകിച്ച് പ്രൊപ്പഗണ്ടയിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ഇതിന്റെ തുടക്ക ഭാഗങ്ങൾ. ഒരുപാട് കാലം വിദേശത്തായിരുന്ന ഒരാൾ വിശ്രമ ജീവിതം നയിക്കാൻ തന്റെ പ്രിയപ്പെട്ട ഗ്രാമത്തിലേക്ക് മടങ്ങി വരുന്നതും അവിടെ വെച്ച് അയാൾ കാണുന്ന കാര്യങ്ങളും ശേഷം അതിൽ അയാൾ ഇടപെടുന്നതുമൊക്കെയാണ് സിനിമയുടെ കഥ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ചെറുപുഞ്ചിരി, അയ്യപ്പന്റെ നെയ്യപ്പൻ ചുട്ടു പോലുള്ള സിനിമകളുടെ ലെവലിലേക്ക് പോകേണ്ടിയിരുന്ന ഒരു സിനിമയായിരുന്നു ഇത്. പക്ഷെ കഥാതന്തു കാരണം പിൽക്കാലത്ത് ഇതൊരു ട്രോൾ മെറ്റീരിയലായി മാറുകയാണ് ഉണ്ടായത്. സോ ഞാൻ ഇത്രയും പറഞ്ഞത് മാന്യമായ ഭാഷയിൽ ട്രോൾ ചെയ്താണോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ആ സിനിമ ഒന്ന് പോയി കാണുക. ഗൃഹാതുരത്വം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഇതിന്റെ തുടക്ക ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.